നമസ്കാരം. വാസ്തുപ്രകാരം വീട്ടിൽ വെറ്റില, തുളസി, മണി പ്ലാന്റ് ഏത് ദിശയിൽ വളർത്താമെന്നും ഇതിലൂടെ വീട്ടിലെ വാസ്തുദോഷ പരിഹാരം എങ്ങനെ മാറ്റാമെന്നും അറിയാം. കൂടാതെ വെറ്റിലയുടെ മാഹാത്മ്യം, വെറ്റില കൊണ്ട് ദൃഷ്ടിദോഷം എങ്ങനെ ചെയ്യാം, ബ്രഹ്മസ്ഥാനത്തെയും നോർത്ത് ഈസ്റ്റിലെയും വാസ്തു പ്രോബ്ലം എങ്ങനെ മാറ്റാമെന്നും ഗൃഹപ്രവേശത്തിന് കലശം എങ്ങനെ വെറ്റില കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്നും ഉള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുക എൻഡ് വരെ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. വാസ്തു അനുസരിച്ച് വെറ്റിലയും തുളസിയും മണി പ്ലാന്റും ഈസ്റ്റ് ഡയറക്ഷനിലോ നോർത്ത് ഈസ്റ്റിലോ വളർത്താവുന്നതാണ്. ഇത് നിങ്ങളുടെ വീട്ടിലെ ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് നിങ്ങൾക്ക് സ്പിരിച്വൽ എനർജിയെ കൂട്ടുന്നു. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്നിമൂലയിൽ ഒരു ഗ്രീൻ കളറിലുള്ള പോട്ടിൽ മണി പ്ലാന്റ് വെക്കുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിനെ സഹായിക്കുന്നു. അല്ലപോലെയും സ്നേക്ക് പ്ലാന്റും വെസ്റ്റിൽ വെക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൂട്ടുന്നതിന് സഹായിക്കുന്നു. അതുപോലെ വീട്ടിൽ ഉള്ള ഈ മുള്ളുകളുള്ള പ്ലാന്റുകളൊന്നും വെക്കാൻ, കാക്ടസ് പ്ലാന്റ് ഒന്നും വെക്കാൻ പാടുള്ളതല്ല. അതെല്ലാം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ആചാരങ്ങളിൽ വെറ്റിലയുടെ പ്രാധാന്യം എന്തെന്നറിയാം. വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്ന് സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠ ഭഗവതിയും, വലതുഭാഗത്ത് പാർവതി ദേവിയും, ഇടത്ത് ഭാഗത്ത് ഭൂമിദേവിയും, ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു. വെറ്റിലയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ടുവരുന്നത്. ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് വെറ്റില. വെറ്റില നട്ടു പരിപാലിക്കുന്നതിലൂടെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടും എന്നാണ് വിശ്വാസം. ഹൈന്ദവ ആചാരങ്ങളിൽ വെറ്റിലയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. വെറ്റിലയെ സമൃദ്ധിയുടെ അടയാളമായിട്ടാണ് കണ്ടുവരുന്നത്. വിവാഹം, കെട്ടുനിറ, പൂജ എന്നിവയിലെല്ലാം വെറ്റില പ്രധാന പങ്ക് വഹിക്കുന്നു. വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും, മധ്യഭാഗത്ത് സരസ്വതിയും, ഉള്ളിൽ വിഷ്ണുവും, പുറത്ത് ചന്ദ്രനും, കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. വാടിയതും കീറിയതുമായ വെറ്റില ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. വെറ്റിലയും പാക്കും വലതു കൈയിൽ വാങ്ങാവൂ. ദക്ഷിണ സമർപ്പണത്തിൽ വെറ്റിലയും പാക്കും നിർബന്ധമാണ്. മറ്റൊരു ഇലയ്ക്കും ഇല്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുണ്ട്. ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ വാലറ്റം നമ്മുടെ നേർക്കായിരിക്കണം. എന്നാൽ വിവാഹശേഷം കാർമ്മികന് ദക്ഷിണ കൊടുക്കുമ്പോൾ മാത്രം വാലറ്റം കൊടുക്കുന്ന ആളിൻ്റെ നേർക്കായിരിക്കണം. ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത ഒരു സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം. വെറ്റില പതിവായി കഴിക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂലപൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നു. വെറ്റിലയും അടയ്ക്കയും മഹാലക്ഷ്മിയുടെ അംഗങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിരുന്നുകളിലും മറ്റ് ശുഭകാര്യങ്ങളിൽ വെറ്റിലയും പാക്കും നൽകിയ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ദൃഷ്ടിദോഷം മാറ്റാൻ 5 വെറ്റില എടുത്ത് അതിൽ മഞ്ഞൾ, കുങ്കുമം, ഭസ്മം എടുത്ത് 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ഒഴിഞ്ഞതിന് ശേഷം നദിയിലോ ആൽമരത്തിൻ്റെ ചുവട്ടിലോ ഇടുക. ബ്രഹ്മസ്ഥാനത്തും നോർത്ത് ഈസ്റ്റിലെ വാസ്തുപരിഹാരം ചെയ്യുന്നതിന് വേണ്ടി നോർത്ത് ഈസ്റ്റിലെ വെറ്റിലക്കൊടി വളർത്തുന്നത് നല്ലതാണ്. ഗൃഹപ്രവേശ സമയത്ത് കലശം, വിളക്ക് ഡെക്കറേഷൻ ചെയ്യുവാൻ വെറ്റില യൂസ് ചെയ്യുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഇത് ഒരു സിമ്പിൾ വാസ്തു ടിപ്പാണ്. വെറ്റില കൊണ്ട് നിങ്ങൾക്കും വീട്ടിൽ ശുദ്ധിയും ശക്തിയും കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വാസ്തു ടിപ്പുമായി വരാം. അതുവരെ നമസ്കാരം.